ആത്മവിശ്വാസം, ജയസൂര്യനൊക്കെ പുലർത്തുന്ന ആത്മവിശ്വാസം. രാഷ്ട്രീയ താങ്കൾ നേരത്തെ താങ്കളിലേക്ക് ഒരു ചോദ്യം കൂടെ നേരത്തെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതായത് താങ്കൾ പറഞ്ഞ ഒരു തരത്തിലുമുള്ള മോദി വിരുദ്ധ തരംഗം രാജ്യത്തില്ല. പക്ഷെ അപ്പോഴും ഈ 2-3 ഘട്ടങ്ങളിൽ 4 ഘട്ടം കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വന്ന അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ ജയിൽ മോചനമായാലും മറ്റു പല വിഷയങ്ങളായാലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളായാലും ഒക്കെ ഒരു തരത്തിൽ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഈ ഡൽഹിയിലൊക്കെ മുസ്ലിം മേഖലകൾ കേന്ദ്രീകരിച്ച്, ഹരിയാനയിലൊക്കെ ജാട്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് കനത്ത പോളിംഗ് ആണ്. പൊതുവെ പോളിംഗ് ശതമാനത്തിൽ അല്പം ഒരു കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് കനത്ത പോളിംഗ് ആണ്. ഈ മുസ്ലിം വോട്ടുകളൊക്കെ ഡൽഹിയിൽ വിഘടിച്ച് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതുപോലെ ജാട്ട് വോട്ടുകളുടെ കാര്യത്തിലുമൊക്കെ അവിടെയൊക്കെ ഒരു കേന്ദ്രീകരണം സംഭവിച്ചാൽ താങ്കൾ ഈ പറയുന്നതിൽ വ്യത്യാസമുണ്ടാകുമോ? ആ തരത്തില് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന കാര്യം വെച്ചാൽ ജാതി രാഷ്ട്രീയം അതേപോലെ ഈ മൈനോറിറ്റി രാഷ്ട്രീയത്തിന് ഒരു വലിയ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ജാതി രാഷ്ട്രീയം നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ എപ്പോഴും എടുക്കുന്നതാണ് ജാതി രാഷ്ട്രീയം. അതിന്റെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന് വലിയ രീതിയിലുള്ള അപ്രമാദിത്യം ഒരു 2014 കിട്ടി, അതിനുശേഷം 2019 കിട്ടി. അതിന്റെ ഒരു മൂന്നാം ഘട്ടമാണ് ഈ നമ്മളിപ്പോ 2019 2024 കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പിന്നെ മോദി വിരുദ്ധ ഇപ്പൊ ഈ ഒരു 3 ആഴ്ച കൊണ്ട് വരുന്ന ചർച്ചകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മൾ ഈ ചർച്ച പോലും പോകുന്നത്. അതിൽ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോദി ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ മോദിക്ക് സ്പേസ് കുറയുന്നതെന്ന് നമ്മുടെ ചർച്ചയിൽ ഒരു പാനലിസ്റ്റ് പറഞ്ഞതായി കണ്ടു. അതിൽ ഒരു പ്രസക്തിയില്ല. ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ആവശ്യം ഇന്നില്ല. പിന്നെ മാത്രമല്ല, നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് എതിരായിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകളോ ഒന്നും അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ കാണുന്നില്ല. അതേപോലെ തന്നെ ഇപ്പം ദേശീയ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലും ഇല്ല. അപ്പൊ അതേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJP രാഷ്ട്രീയത്തിന് ഒരു വെല്ലുവിളിയല്ല, ആ ഒരു മീഡിയ ലൈൻ BJP രാഷ്ട്രീയത്തിന് വെല്ലുവിളിയല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പൊ പറഞ്ഞു വന്നാൽ നമ്മളിപ്പം ഈ സീറ്റുകളെ പറ്റിയാണല്ലോ നമ്മളിപ്പോ ഏകദേശം വോട്ടെണ്ണുന്ന നാള് അടുത്തെത്തുമ്പോൾ നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം നേരിയ സാധ്യത ഇപ്പൊ നിലവിലുള്ള സ്ഥിതിയിൽ ഡൽഹി, ഹരിയാന 10, 7, 17 സീറ്റ് അവിടെ ബൈ ചാൻസ് ഇപ്പൊ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകളുടെ ഒരു ആംഗിളിലൂടെ നമ്മൾ ചിന്തിച്ചാൽ ഒരു 3 സീറ്റ് കുറഞ്ഞ് എന്ന് വെക്കാം. അതേപോലെ ഇപ്പൊ മഹാരാഷ്ട്രയും ബീഹാറുമാണ് NDA സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉണ്ട് എന്ന് പൊതുവിൽ ആളുകൾ നിരീക്ഷിക്കുന്ന ഒരു ഏരിയ. അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 അവർക്ക് 17 സീറ്റും 23 സീറ്റും, അതായത് 17 സീറ്റ് ബീഹാറിലും 23 സീറ്റേ ഉള്ളൂ. 88 സീറ്റ് ഉണ്ടായ ഈ 2 സ്റ്റേറ്റിലും കൂടിയിട്ട് ഇത്രയും സീറ്റ് അവർ ഓൾറെഡി ഉള്ളൂ. അതിൽ നിന്ന് ഒരു 5 സീറ്റ് പോയാലും അവർക്ക് പുതുതായിട്ട് വരുന്ന ഏരിയയാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം 40% വോട്ട് TDP കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. 40% വോട്ട് നേടിയിട്ട് 3 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ഇപ്പം BJP അവരെ കൂടെ ഉണ്ട്, ജനസേന ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഒരു ആന്ധ്രാപ്രദേശിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം NDA ഭാഗത്തുണ്ടാവാം. അതേപോലെ തന്നെ തെലങ്കാനയിലും വലിയ രീതിയിൽ മുന്നോട്ട് പോകില്ലെങ്കിലും തെലങ്കാനയിലും കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ബിജു ജനതാദളിന്റെ ഒഡീഷയിലും ഒരു 8 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്, അവിടെ സീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനും അപ്പുറം തന്നെ നമ്മൾ സീറ്റ് നോക്കുകയാണെങ്കിൽ UP-യിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ UP-യിൽ 50% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഒരു പാർട്ടിയാണ് BJP. അവരെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്നുള്ള രാം മന്ദിർ അതിന്റെ ഒരു എല്ലാം ഓവറോൾ ആയിട്ട് നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മൾ പൊതുവെ ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അതിന്റെ ഘടന എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് അപ്രമാദിത്വമുണ്ട്, ഒരു 30% വോട്ടുണ്ടെങ്കിൽ മറ്റൊരു അവിടെ ഈ പറയുന്ന പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇന്ത്യ മുന്നണിക്ക് 35% വോട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ മാത്രമല്ല. അതിന് ഒരു വിപരീതം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്, മധ്യപ്രദേശാണ്. അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 35% മേലെ ക്രോസ് ചെയ്യുന്ന ഒരു ചരിത്ര നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെയാണ് ഈ നമ്മളൊക്കെ ചർച്ചയ്ക്ക് ഒരു ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന യോഗേന്ദ്ര യാദവിനെ പോലുള്ള നമ്മളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാൾ ആ തരത്തിൽ BJPയുടെ സീറ്റ് 220 പോകും എന്ന് പറയുന്നതിനെ പറ്റി എനിക്ക് ഒരു ലോജിക്കലി അതൊരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി.